നമസ്കാരം. തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടവരവായി ലഭിച്ച വസ്തുക്കൾ ലേലം ചെയ്യാതെ മറച്ചു വിറ്റു എന്ന കണ്ടെത്തൽ ഉയരുന്നത് ഗുരുതരമായ ആരോപണങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതിനെ തുടർന്ന് 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിനെതിരെയും ആരോപണം ഉയർന്നിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ ഒരു അന്വേഷണവും ഇപ്പോൾ നടക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ പ്രധാനിയെ പോലും വെട്ടിലാക്കുന്ന തരത്തിലാണ് വിമർശനം ഉയരുന്നത്. ഈ ഉന്നത ബന്ധങ്ങളാണ് യഥാർത്ഥ വില്ലിനെ രക്ഷിക്കുന്നതെന്നും സൂചനയുണ്ട്. നടവരവ് വസ്തുക്കളുടെ ചുമതലയുള്ള മുതലപ്പടി ലക്ഷ്മൺ പോറ്റിയും അസിസ്റ്റന്റ് മുതലപ്പടി മോഹൻകുമാർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വിലപിടിപ്പുള്ള സാരി, പട്ടുവസ്ത്രങ്ങൾ, പിത്തള വിളക്കുകൾ, സ്വർണം എന്നിവയുടെ കണക്കിലും ലേലം ചെയ്യാതെ നടന്ന വിൽപ്പനയിലുമാണ് ക്രമക്കേട് കണ്ടെത്തിയത്. 3 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഇതിനോടകം തന്നെ ഉണ്ടായത്. പുതിയതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിലാണ് വിവരം പുറത്തു വന്നത്. തുടർന്ന് കണക്കെടുപ്പും നടപടിയും ഉണ്ടായി. CPM ചാല ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ യമുനാനഗർ ബ്രാഞ്ച് അംഗത്തിനെതിരെയും ആരോപണം ഉയരുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നടവരവെല്ലാം തത്സമയം ലേലം ചെയ്യും. കിട്ടുന്ന വസ്തുക്കളുടെ മൂല്യം പരിശോധിക്കാതെ തോന്നും വില നിശ്ചയിക്കും. അതാരെങ്കിലും വാങ്ങിക്കൊണ്ടുപോകും. ഇതിനെല്ലാം പിന്നിൽ CPM നേതാവിന്റെ ഇടപെടലും ഉണ്ടായിരുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ കരുത്ത് കാരണം ആർക്കും ഒന്നും ചെയ്യാനും കഴിയുന്നില്ല. എന്നാൽ പുതിയതായി ചുമതലയേറ്റ ഭരണസമിതി ചെയർമാനായ ജില്ലാ ജഡ്ജ് കൃത്യമായ പരിശോധനയിലേക്ക് കടന്നു. അങ്ങനെയാണ് നടപടികളും ഉണ്ടാകുന്നത്. സർക്കാർ നിയോഗിച്ച ഭരണസമിതി അംഗത്തിന്റെ അനുയായിയായ ഇയാൾ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു. ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടുസാരി വാങ്ങിയതിനുള്ള രസീതും കണ്ടെത്തിയിട്ടുണ്ട്. ജീവനക്കാരനല്ലാത്ത CPM നേതാവ് ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുന്നത് സംബന്ധിച്ച് ഭരണസമിതി അംഗത്തിനെതിരെയും നേരത്തെ ആക്ഷേപം ഉയർന്നിരുന്നു. പക്ഷെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. CPMന്റെ കാര്യങ്ങൾക്ക് മുകളിലാണ് അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ഭരണസമിതി അംഗത്തിന്റെ ബന്ധമാണ് ഇതിന് കാരണം. അനൌദ്യോഗികമായി ഭരണസമിതി അംഗത്തിന്റെ അനുയായി പ്രതിദിനം 5000 രൂപയോളം വരുമാനം ഉണ്ടാക്കുന്നുവെന്നാണ് ആരോപണം. ഭരണസമിതി അംഗവുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അന്യസംസ്ഥാന ഭക്തരിൽ നിന്നും പണം വാങ്ങി ദർശനത്തിന് സൗകര്യം ഒരുക്കുന്നു എന്നതുൾപ്പെടെ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പാർട്ടി അംഗവുമായുള്ള സൗഹൃദം ഒഴിവാക്കാനാണ് ഭരണസമിതി അംഗത്തോട് ഭരണസമിതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് അനുസരിക്കുമോ എന്ന് ഇനി കണ്ടറിയണം. ഭരണസമിതി അംഗത്തിന്റെ പേരിൽ പട്ടുസാരി വാങ്ങിയത് ഞെട്ടിക്കുന്നതാണെന്നും ഭരണസമിതിയിലെ പ്രമുഖൻ പ്രതികരിക്കുന്നുണ്ട്. ലേലത്തിൽ കുറഞ്ഞ വിലയ്ക്ക് പിടിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ എങ്ങോട്ടാണ് പോയത് എന്നടക്കമുള്ള അസ്വാഭാവികമായ കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന അഭിപ്രായം സജീവമാണ്. ഇക്കാര്യത്തിൽ ജില്ലാ ജഡ്ജിയുടെ നിലപാടാണ് ഇനി നിർണായകമാകുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അവിടുത്തെ ജീവനക്കാരുടെ പെരുമാറ്റം എപ്പോഴും സംശയകരമായ രീതിയിലും അതുപോലെ തന്നെ അവിടെ ദർശനത്തിനെത്തുന്ന ഭക്തർ വലിയ രീതിയിൽ പരാതികൾ ഉന്നയിക്കാറുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഭക്തജനങ്ങളിൽ നിന്ന് പണം ഈടാക്കുന്നു എന്നതടക്കം വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഈ അടുത്ത മാസമാണ് പത്മനാഭനെ നിവേദിക്കാനുള്ള സ്വർണ്ണ തളിക അവിടെ നിന്ന് ജീവനക്കാരുടെ സഹായത്തോടുകൂടി അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു വ്യക്തി മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. ഇതടക്കം അവിടെ ഒരുപാട് കാര്യങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടുകിട്ടാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സത്യാവസ്ഥകളുടെ ചുരുൾ അഴിയാൻ തന്നെ ഉണ്ട്.